ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം എന്താണ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് 4th ഫ്ലോറിലാണ്. നമ്മുടെ ഫ്ലോർ പറഞ്ഞാൽ 2nd ഫ്ലോറാണ്. അപ്പോൾ ആര്യന്ത ഇപ്പോൾ ഉറങ്ങുക. നമ്മളിപ്പോൾ വേക്കൻ്റ് ആയിട്ടുള്ള റൂം നോക്കി നമ്മൾ അവിടെ വന്ന് ഈ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ നാളെ ആര്യന്തയുടെ ബർത്ത്ഡേ അതാണ് നമ്മുടെ സ്പെഷ്യൽ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു രാത്രി നമുക്കിവിടെ കേക്ക് കട്ടിയാൻ പറ്റും. മീനോടെ ബർത്ത്ഡേക്ക് നമ്മൾ പറയണം. നമുക്ക് രാത്രി ഇപ്പം മെസ്സ് മാറിയതുകൊണ്ട് ഫ്രിഡ്ജൊന്നും ഇല്ല, നമുക്ക് ഇതില്ല. അപ്പം അത് വെക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മളൊരു കുഞ്ഞു കപ്പ് കേക്ക് കൊടുത്തോളം വാങ്ങിയിട്ടുണ്ട്. അപ്പം 12 മണിക്ക് അത് കട്ട് ചെയ്തിട്ട് നമുക്കത് പറ്റിക്കാം. അപ്പൊ ആളോർക്കും ഇതേ ഉള്ളൂ കഴിഞ്ഞ. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി ടാസ്കുകൾ നാളെ നിങ്ങൾ കാണുന്നതായിരിക്കും എന്താണൊക്കെ. അപ്പൊ ഞങ്ങൾ ഈ ടൈമിൽ അവൾ ഉറങ്ങും. അപ്പൊ ഉറങ്ങും പെട്ടെന്ന് ഇപ്പൊ 8 മണി 9 മണി എന്ന സമയമായാലും ഇതൊരു 12 മണി നമുക്ക് അവൾക്ക് കേക്ക് കൊടുക്കാൻ പോണ സമയം നമുക്ക് കാണാം. നാളെ അമ്പലത്തിലൊക്കെ പോയിക്കോ. പക്ഷെ ഞങ്ങൾ വിളിക്കുമ്പോഴേ എണീക്കാൻ പാടും. ഞങ്ങൾ വിളിക്കും അപ്പം എഴുന്നേക്കാൻ പാടും. ഞങ്ങളുടെ കൺട്രോളിലായിരിക്കും. ഞങ്ങൾ എന്ത് പറയുന്നോ അത് മാത്രമേ ഇപ്പോഴേ ഓൾറെഡി പറഞ്ഞു വെച്ചേക്കുക. നാളെ പിന്നെ വേണം വേണേന്നാ നമ്മൾ അമ്പലത്തിൽ പോവാണ്. അപ്പൊ എന്തിനാ അമ്പലത്തിൽ പോകാന്നൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ആര്യന്തയുടെ ബർത്ത്ഡേ നമ്മൾ ഇന്നലെ പറഞ്ഞു. അപ്പൊ അതിന്റെ ബാക്കി ഇപ്പൊ ഇന്നലെ രാത്രി നമ്മൾ 12:30 ആയപ്പോ എല്ലാം പരിപാടിയൊക്കെ കഴിഞ്ഞത്. ഇപ്പൊ 9:30 നമ്മൾ അമ്പലത്തിൽ പോകണം. ഇവർക്ക് പിന്നെ 10 മണിയാകുമ്പോ പ്രാക്ടീസ് ഉണ്ട്. 1/2 മണിക്കൂറേ ഉള്ളൂ. അപ്പൊ നമുക്ക് 10 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ചു പോകണം. പെട്ടെന്ന് പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് നമുക്ക് തിരിച്ചു വന്നിട്ട് കാണാം. മാനവ്യാലകിഞ്ചരാതടേ 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 മർമ്മമില്ലതിൽ പേദനേ മനസാമനവ്യാലകിഞ്ചരാതടേ. പോയി തൊഴുത് നമുക്ക് പ്രസാദമൊക്കെ കിട്ടിട്ടോ. അവന് നനച്ചത്. നമുക്ക് ഇനി എങ്ങോട്ടാന്ന് എനിക്ക് അറിയത്തില്ല. രണ്ടുപേരെ കാണാനില്ല. അപ്പൊ നമ്മള് 4 പേരാ. അപ്പൊ ആര്യന്തൊക്കെ സർപ്രൈസ് കിട്ടണതിന് മുമ്പുള്ള ടാസ്കാ ആ 2 പേരെ കണ്ടുപിടിക്കണം. അതിനുള്ള ക്ലൂ തരും. ആദ്യം ഒരാളെ കണ്ടുപിടിക്കുക. ആളെ കണ്ടുപിടിച്ച് കഴിയുമ്പോ ആളടുത്ത ക്ലൂ തരും എങ്ങോട്ട് പോകണോ എന്ത് ചെയ്യണം എന്നൊക്കെ. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ ബസ് കയറിയിട്ട് ഞാൻ ആ സ്ഥലത്ത് കൊണ്ടേ നിർത്താം. അവിടെ നിന്ന് തീരുമാനിക്കണം എവിടെയാണ് അവർ ഒളിഞ്ഞിരിക്കണേ. ഓക്കെ ഗൈസ്, അപ്പം ആര്യന്തരം നമ്മൾ ഫാദർ മുള്ളാസിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യത്തെ ക്ലൂ ഇവിടെ നിന്ന് 7 മിനിറ്റ് നടന്ന ആദ്യത്തെ വ്യക്തിയുള്ള 7 മിനിറ്റ് ഡയറക്ഷൻ നോക്കി നടന്ന അറിയത്തില്ല 7 മിനിറ്റ് നടന്ന ആ സ്ഥലത്തെത്തും. ആ സ്ഥലത്ത് നമ്മൾ എപ്പോഴും പോകാറില്ല. അത്യാവശ്യം നമ്മൾ പറയും ഇവിടെ പോകണ്ട, നമുക്ക് അവിടെ പോയാൽ മതി എന്ന് നമ്മൾ പറയാറുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒട്ടും പറ്റാത്ത സമയങ്ങളിൽ. പക്ഷെ നമ്മൾ അങ്ങനെ പോയിട്ടില്ല. എന്തോ 2 വട്ടം എന്തോ നമ്മൾ പോയിട്ടുള്ളൂ. ഇവിടെ നിന്ന് 7 മിനിറ്റ് ദൂരം നടക്കണം. കടന്നു എത്രയും പെട്ടെന്ന് ആളെ കണ്ടുപിടിക്കണോ അത്രയും പെട്ടെന്ന്, അല്ലേ പിന്നെ ലാഗായിക്കൊണ്ടിരിക്കും എന്ന് അറിയിച്ചോളൂ. ആര്യനന്ദ എന്തെന്നില്ലാത്ത പോക്കിലേക്കാണ്.
നമ്മൾ അങ്ങനെ ഇവര് പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തിച്ച് ആളെ കിട്ടിയില്ല. നാളെ നോക്കാം. അത് ആളാരാന്നും അറിയത്തില്ല. 2 വ്യക്തികളിൽ ഒരാൾ. മിന്നൂസിന് കഴിക്കാനുള്ള ലോകം പഠിച്ചു. ഇത് കേൾക്കുന്ന മിന്നൂസിന് അപ്പം ആരെന്ന് തപ്പി നടക്കും ആ വ്യക്തിയെ. കേക്ക് വന്നാൽ കട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അതൊക്കെ എന്ത് ഞാനാണ് ഇവരുടെ അടുത്ത് പറഞ്ഞത് മറ്റേ സർപ്രൈസ് വേണം, മറ്റേത് വേണമെന്നൊക്കെ. ഇല്ലേ, വല്ലാത്തൊരു സർപ്രൈസ്. ഇച്ചിരി ബുദ്ധിമുട്ട്. ഇവർക്ക് 39 ഓ നടക്ക്. ആദ്യത്തെ വ്യക്തിനെ അവള് കണ്ടുപൊട്ടി. ഇപ്പോഴും നമ്മൾ 3 പേരായിട്ടുള്ളൂ. ഇനിയുണ്ട് നാളും കൂടി. അടുത്ത ക്ലൂ തന്ന് അതെ കണ്ടുപിടിച്ച് പറഞ്ഞ മുമ്പേ കണ്ടുപിടിച്ചു. അതാണ് അങ്ങോട്ട് പോവാം. അടുത്ത ആളെ തപ്പിയെടുക്കട്ടെ. ഇപ്പൊ നടന്നു വന്ന ദൂരം. ഇപ്പൊ നടന്നു വന്ന ദൂരം. അവള് പറഞ്ഞേ ഞാൻ മോളടുത്തല്ല നീ വരൂലേ, നീ അല്ലേ തെറ്റിക്കത്തില്ലേന്ന്. ഞാൻ ആദ്യം പറഞ്ഞ ഉത്തരം തന്നെയാണ് ഇപ്പൊ ലാസ്റ്റ് ഞാൻ കൊണ്ടുപോകുന്നത്. സ്പോട്ട് വെച്ചേ ഉള്ളൂ. അല്ലെ ബിനോ ഇല്ലാതെ നമ്മളെങ്ങനെ സർപ്രൈസ് ആക്ക? 3 വ്യക്തിയായിട്ട് പറ്റത്തില്ലല്ലോ നമുക്ക്. സെക്കൻഡ് ലൊക്കേഷൻ ഉറപ്പിക്കാവോ? ഇവിടെയാണ് കാര്യം എന്താ പറയുന്നത്? സെക്കൻഡ് ലൊക്കേഷൻ ആണൊക്കെ ഗൈസ്. ആര്യന്തയുടെ ആക്ഷൻ അങ്ങനെ 20 ഞാനാണ് 20 ഇനിയുള്ളത്. അത് തീർന്ന്. പക്ഷെ എനിക്കാണ് ഏറ്റവും മെച്ചപ്പെട്ടത്. എല്ലാ വീഡിയോ റിപ്പീറ്റ് ചെയ്ത സാധനമാണ്. ബർത്ത്ഡേ ആയിട്ട് ഞാൻ ഇവിടെ നിന്ന് അവർക്ക് ഒരു ക്ലാരിറ്റി കിട്ടത്തില്ല എന്താ പറഞ്ഞത്. അങ്ങനെ എനിക്ക് അങ്ങനെ ബർത്ത്ഡേക്ക് നമ്മള് വയസ്സ് റിവീൽ ചെയ്യില്ലെന്നാണ് പറയുന്നത്. പക്ഷെ എന്റെ വയസ്സ് എല്ലാവർക്കും അറിയാം. അപ്പൊ സന്തോഷമുണ്ട്. നല്ല പ്രായമുണ്ട്. പക്ഷെ കുറച്ച് പറയുന്നത് കേട്ടോ, മനസ്സിലായില്ല ആർക്കാ പ്രായം. അത് മതി എനിക്ക്. എന്താ പറയാ, ദൈവത്തിനോട് ഒരുപാട് നന്ദി. കാരണം ഇപ്പോഴത്തെ ഓരോ വർഷം എന്ന് വെച്ചാൽ നമുക്ക് ഓരോ എന്താ പറയണ്ട ഒരു മൈൽ സ്റ്റോൺ പോലെയാണ്. അപ്പൊ എനിക്ക് ഇവിടം വരെ എത്താൻ പറ്റിയത് ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞത് അവാർഡ് ഷോയ്ക്ക് പിന്നെ ഇതുപോലെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഒരുപാട് താങ്ക്സ്. കാരണം ഞാൻ കേക്ക് കട്ട് ചെയ്ത് പ്രതീക്ഷയായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ ഒരു
ഒരു കഷ്ണം കേക്ക് താളിപ്പോയി ഗൈസ്. ഞാനിങ്ങനെ ഒരു മാസം മുമ്പേ ഇവരടുത്ത് പറയാം ഇങ്ങനെ ഒരു മാസം ഉണ്ട് ഇനി എത്ര ദിവസം ഉണ്ട് അങ്ങനെ എണ്ണി പറയാം എനിക്ക് സർപ്രൈസ് ആയിട്ട് തരണം മറ്റേതാ മറിച്ചത് അങ്ങനെ കുറേ ഞാൻ പറയുമായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ അവരെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെനിക്ക് സർപ്രൈസ് ആയിട്ട് തന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഇവിടെ വെച്ച് ഇങ്ങനെ കേക്ക് കട്ട് ചെയ്തെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചത് 12 മണിക്ക് തന്നെ കട്ട് ചെയ്യുമെന്നാണ്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട് താങ്ക് യു സോ മച്ച് ഗൈസ്. ഈ നിമിഷത്തിൽ ഞാൻ അമ്മേനെ മിസ് ചെയ്യുന്നു. എല്ലാ ബർത്ത്ഡേക്കും അമ്മയുടെ കൂടെ ആയിരുന്നു. കട്ടി എന്താ വെച്ചോണ്ടിരിക്കുന്നേ? കരച്ചിലെങ്ങനെ പിടിച്ചു വെക്കാന്ന ആര്യാന്ത ഇപ്പൊ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. ഞാനത് കണ്ണൂത്തിപ്പത്തിരിപ്പോ പറയുന്നത് എന്റെ ഐലൈനർ അങ്ങനെ പോയി കഴിഞ്ഞ്. ഓക്കെ അപ്പൊ നമുക്കിനി ഫുഡ് കഴിക്കാൻ കാണാം. ഗൈസ് അങ്ങനെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വന്നതാ ഇപ്പൊ ഫുഡ് കഴിക്കാനാണ്. 4-5 മണി കഴിക്കണം. കാരണം നമുക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അതായിട്ട് നമ്മൾ ഫുഡ് നമ്മൾ ഓർഡർ ആക്കി കൊണ്ടുവന്നു. അപ്പോൾ ലാബ് വന്നു. കുറേശ്ശെ നമ്മളിനി കഴിക്കും. നല്ല വിശപ്പുണ്ട്. കഴിക്കും എല്ലാവരും. കഴിച്ചു തുടങ്ങി. ആര്യന്തയുടെ ചിലവാ ഗൈസ് അൽഫാം ആൻഡ് പൊറോട്ട. താങ്ക്സ് ആര്യന്ത. കഴിച്ചിട്ട് വരാം ഗൈസ്. ബൈ. സോ ഗൈസ് പിന്നെ ബർത്ത്ഡേ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ഫുഡ് അടിയും കഴിഞ്ഞ് ഇതിപ്പോൾ എടുക്കുന്നത് നമ്മൾ വൈൻഡപ്പ് എടുക്കാൻ ഭയങ്കര ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഒരാഴ്ചയായി എടുക്കണം നോക്കണം. ലേറ്റ് ആയതോ ഒരാഴ്ച എനിക്കിപ്പോൾ ഒരാഴ്ച അതെ അത് കഴിഞ്ഞ ഒരാഴ്ചയായി. പിന്നെ അന്നത്തെ തിരക്കെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇത് പ്രാക്ടീസ് കൾച്ചറിന്റെയൊക്കെ പ്രാക്ടീസ് ഉണ്ടായി. അപ്പൊ അത് കാരണം നമുക്ക് കുറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ വേഗം ഓടിപ്പടിച്ച് വരുമായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് രാത്രിയായപ്പോഴും ഫുഡ് കഴിച്ചപ്പോ തന്നെ എല്ലാരും കിടപ്പായി. പ്രാക്ടീസ് ഒക്കെ അതെ രാവിലെ എഴുന്നേറ്റ് എല്ലാവരോടും വൈൻഡപ്പ് എടുക്കാന്ന് പറയും. ഓരോ അങ്ങനെ പറഞ്ഞു ഒരാഴ്ച. അതെ അതെ എല്ലാ ദിവസവും അതെ അതുകൊണ്ട് ഇന്ന് ആള് വിളിച്ച് അങ്ങോട്ട് വരുത്തി ഇരുത്തിപ്പിച്ച് നമ്മൾ പുള്ളിക്കാരി പറഞ്ഞിട്ടാണ് നമ്മളിപ്പോ ഇവിടെ വന്നിങ്ങനെ ഇരുന്നത് തന്നെ ഇപ്പൊ ഈ സമയത്ത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കും. കാരണം ഞാൻ നന്നായിട്ട് സർപ്രൈസ് ആയി. കാരണം കേക്ക് വാങ്ങാൻ നമുക്ക് ഓൾറെഡി നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ ഇങ്ങനെ നമ്മളെ ആ ഒരു സ്ഥലത്ത് കൊണ്ട് ഇങ്ങനെ ക്ലൂ തന്ന് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. നമ്മളെ കൊണ്ട് ഇതൊന്നും വലിയ സർപ്രൈസ് അല്ല. നമ്മുടെ ഇടയിൽ ഇതൊക്കെ ഒരു നമ്മളെ കൊണ്ട് പറ്റുന്നത്. അതെ ഇതൊക്കെ ആൾക്കാർ കാണുമ്പോൾ അയ്യോ ഇതൊക്കെയാണോ വലിയത്. നമുക്ക് ഇതൊക്കെ ഞങ്ങളുടെ ഇടയിൽ ഇത് വലിയ സർപ്രൈസ്. നിങ്ങൾ വിചാരിക്കും ഇതിനാണ് നിങ്ങൾ ഇത്ര വലിയ ഇതാവുന്നതെന്ന് വിചാരിച്ചു. ബട്ട് നമുക്കൊരു ഇവർ എന്നെ അത്രയ്ക്ക് ക്ലൂ തന്നപ്പോഴും എന്നെ ഇങ്ങനെ കണ്ണി പിടിച്ച് കൊണ്ടുപോകുമ്പോഴൊക്കെ ഇവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുണ്ടായ സന്തോഷത്തെക്കാളും ഇരട്ടി സന്തോഷമാണ്. ആര്യന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ ഉണ്ടാവണം. ജസ്റ്റ് സർപ്രൈസ് ആവണം. നമുക്ക് എല്ലാവർക്കും ആണെങ്കിൽ ഇവരെ കൊണ്ട് നമുക്ക് പറ്റണം എന്തൊക്കെയാണെന്നൊക്കെ നമുക്കറിയാം. ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ കൊണ്ട് നമ്മൾ പറ്റണ രീതിയിൽ ചെയ്തപ്പോ എല്ലായിടത്തും അത്യാവശ്യം എല്ലാം എടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് അടിപൊളി വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ അത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.